ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് എന്താണെന്നുള്ളത്. ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു കപ്പപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചെയ്ത് അറിവുള്ളവർ കാണുമായിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കാണിച്ചു തരുവാണ്. ഒരു വെറൈറ്റി രീതിയിലുള്ള പുഴുക്കാണ്. എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ കപ്പ അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന്. വെളുത്തുള്ളി കുറച്ച് ഞാൻ ചതയ്ക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പിലയാണ്. നമ്മളിവിടെ മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. ഞാൻ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിത് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, വലിയ എരിവ് വേണ്ടാത്തത് കൊണ്ട്. ഇത് 2 മുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടുന്നത്. സ്വല്പം മഞ്ഞൾപ്പൊടി, ജീരകം എടുക്കുക. ജീരകമൊക്കെ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. നമ്മളിത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക. നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത്. നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. ഇനി ഇതുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ കപ്പയുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇത് വേവാനുള്ള ശകലം വെള്ളം ചേർക്കാം. സ്വല്പം വെള്ളം മതി, അരപ്പൊന്ന് വേവാനും വേണ്ടിയുള്ള വെള്ളം മതി. അരപ്പ് തിളച്ചിട്ടുണ്ട്, ഇപ്പോൾ വെന്തിട്ടുണ്ട് ഏകദേശം. പച്ചയൊക്കെ മാറി. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് മൂടി വെക്കാം. ഇവിടെ കപ്പ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാം വായി വെള്ളം വരുമെന്ന് എനിക്കറിയാം. എന്നാലും വേണ്ടിയില്ല, നമുക്കിതെല്ലാം ഒന്ന് അടിച്ചു പൊളിച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. നമ്മളിതിൻ്റെ കൂടെ എന്താ കഴിക്കുന്നതെന്ന് നോക്കണ്ടേ. അപ്പം കപ്പ, മീൻ വറുത്തത്, മീൻ കൂട്ടാൻ വെച്ച് ഇതും കൂട്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിച്ചു കാണും. എല്ലാവർക്കും ഒരു ഉള്ള എന്താ ടേസ്റ്റ്.
മീൻ കൂട്ടി അങ്ങോട്ട് കഴിക്കാൻ നോക്കാം.